എന്താണ് ഹായ്. ഇന്ന് നേരത്തെയാണോ? നേരത്തെ ചാടി. ആദിൽ സാറില്ലേ? അതുണ്ട്. ഓക്കെ. നീ എന്ത് വായിച്ചോണ്ടിരിക്കുന്നു? കുറേ നേരമല്ല. ചായ ചൂടാറി പോകും. കോഫി. എടാ അതിന് കോഫി ഓർഡർ ചെയ്തില്ലല്ലോ. കുഴപ്പമില്ല, ഇത് നമ്മുടെ സ്പെഷ്യൽ കോഫിയാ. ഓ സ്പെഷ്യലോ? ഒന്ന് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. സ്പെഷ്യൽ. ഓക്കെ ഓക്കെ. ആദില് നിനക്കെന്താ ഒരു ഭാവവ്യത്യാസം ഇല്ലാത്ത? ഓ കണ്ടതിൽ സന്തോഷം. മതിയാ? ഓക്കെ, ഇപ്പൊ തൽക്കാലം അത് മതി. എന്താ വർക്കാ? അതെ. എന്നിട്ട് എന്താ നിന്റെ വിശേഷങ്ങളൊക്കെ? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. സാർ ഇപ്പൊ എന്ത് ചെയ്യണു? ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി ഇവിടെ വരും, കോഫി കുടിക്കും, പിന്നെ വീട്ടിൽ പോവും, ഉറങ്ങും, എണീക്കും. ഇതൊക്കെ തന്നെ. ഞാൻ റിപ്പീറ്റ്. അല്ല നീ ഇത് വല്ല ലീവിന് വന്നതാ? ലീവല്ലടാ, ഞാൻ ചെറിയ രീതിയിൽ സ്വന്തമായൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയ ഒരാളെ കാണാൻ വന്നതാ. അപ്പൊ ഈ വഴി വന്നപ്പോ ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. കമ്പനിയിലേക്ക് ഡിസൈനേഴ്സിനൊക്കെ ഹയർ ചെയ്യണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ശരി, നീ MD അല്ലേ? ഓ, അച്ഛനമ്മ എന്ത് പറയണു? അമ്മ അച്ഛനൊക്കെ എന്താ സുഖമായിട്ടിരിക്കണു. അവരെന്നെ കുറിച്ച് ചോദിക്കാറുണ്ടോ? നോ. യെസ് നോ. യെസ് നോ. യെസ് നോ. നോ. യെസ്. അങ്ങനെ പറ. പിന്നെ എന്താ അവിടുത്തെ അവസ്ഥ? ആദ്യമൊക്കെ നിന്റെ കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെന്താ, നിന്നെ പോലെ തന്നെ അവരെല്ലാവരും എല്ലാം മറന്നോ? നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചതാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഏയ്, എന്നാണെങ്കിൽ ഒന്നുകൂടെ പറയാം. എനിക്ക് ഒന്നുമില്ല. ഒന്നും? നീ ഇപ്പൊ ചുക്കാപ്പി മാറ്റി കോക്കാക്കിയോ? ഇല്ലല്ലോ, ഞാൻ കുടിക്കാറുണ്ടല്ലോ. എന്നാ വേഗം കുടിക്ക്, തണുത്തു പോവും. നമ്മുടെ കോളേജ് ലൈഫ് എന്ത് രസമായിരുന്നു അല്ലേ?
ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരും ചാരത്തോ അനുരാഗത്തീയരിയുമ്പോൾ നാം ഉണരാതെ അറിയുന്ന മഴയുള്ള രാവിന്റെ കൊതിയാണ് നീ. തൂമഞ്ഞായി നിന്നു വേലായി ഞാൻ വന്നു ഒരു ശ്വാസക്കാറ്റിൽ പൊലിയാമെന്നോർത്തു. അകലാനോ കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള കനവാണ് നീ. നിനക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. നിനക്കും എങ്ങനെയുണ്ട്? കൊള്ളാമോ? ചിരിക്കണോ? റിഫ്ലക്ഷൻ അടിക്കുന്നു. നീ അടുത്ത് മാറ്റി. ഇല്ല. എന്നിട്ടെന്താ കല്യാണം കഴിഞ്ഞ? ആ, 2 പേരുണ്ട്. ഒരാള് 3rd-ലും ഒരാള് 5th-ലും. നിന്റെ കല്യാണോ? ആ, എൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞു. പക്ഷെ അത്ര ഇങ്ങോട്ട് മുന്നോട്ട് പോയില്ല. വൈ? അതിപ്പോൾ എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ അവൾക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഓക്കെ, ദെൻ? പിന്നെ ആളത്ര റൊമാൻറ്റിക് ആയിരുന്നില്ല. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരും ചാരത്തോ അനുരാഗത്തീയരിയുമ്പോൾ നാം അതിരറ്റ കാലത്തിൻ അലമേലെ ഒഴുകുന്ന ഇലകൾ നമ്മൾ. പിന്നെ നിൻ്റെ പപ്പ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഐ ആം സോറി. ഹേ, നോ പ്രോബ്ലം. പപ്പ മരിക്കുന്നതിന് മുമ്പ് ഹി വാസ് സോ ഹാപ്പി. പപ്പ ഉണ്ടാക്കിയ കടങ്ങളെല്ലാം തീർത്തതിൻ്റെ സന്തോഷം. അത് തന്നെയായിരുന്നല്ലോ നമ്മൾ പിരിയാനുള്ള കാരണം. ആക്ച്വലി ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നമുക്കിവിടുന്ന് പോകണം. എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് പപ്പ ഒരുപാട് കരഞ്ഞു. എനിക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അന്നെനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. വരിക നോക്ക്, ആക്ച്വലി പപ്പ നിന്നെക്കുറിച്ചോർത്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. നിന്റെ എഫേർട്ട്, നിന്റെ ധൈര്യം, അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ കാര്യമൊക്കെ അതൊന്നും ഓർത്തിട്ട് എനിക്ക് നിന്റെ അടുത്ത് ഒരു വിരോധമില്ല. നീ ജോലിയുടെ കാര്യം സീരിയസ് ആയി തന്നെ പറഞ്ഞതാണോ? ഏയ്, ഞാൻ ചുമ്മാ. എന്താ, ജോലിക്കാൾ ആവശ്യമുണ്ടോ? ഓൾറെഡി ഞാനാണ് ഡിസൈൻ ചെയ്യുന്നത്. എന്നാലും എന്നാലും എനിക്ക് നിന്റെ ഡിസൈനാണ് കൂടുതൽ ഇഷ്ടം. ഓ, എന്നാ നമുക്ക് സാലറിയെ പറ്റി സംസാരിക്കാം. സാലറി ഒക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. വരാമല്ലോ. ഉറപ്പാണോ? ആ, ഓക്കെ. ഓക്കെ.
പിന്നെ നീ ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു കാര്യത്തിന് റിക്വസ്റ്റ് ചെയ്യണം. അല്ല, നീ ഇവിടെ ആരെ കാണാൻ വന്നെന്നാ പറഞ്ഞേ? എനിക്കിവിടെ പ്രത്യേകിച്ച് ആരും കാണാനൊന്നുമില്ല, ഇങ്ങോട്ടും പോകാനുമില്ല. എനിക്ക് എങ്ങോട്ടേലും പോകാനുണ്ടോ? എനിക്ക് എങ്ങോട്ടും പോകാനൊന്നുമില്ല. എന്നാ നമുക്ക് ചുമ്മാ ഒരു ട്രിപ്പ് പോവാം. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ കുറച്ച് നാൾ പരാതിയും വഴക്കൊക്കെയായി സംസാരങ്ങളുണ്ടായി. പിന്നീട് അങ്ങോട്ട് നോ മെസ്സേജ്, നോ കോൾസ്. ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ചോദിക്കും, മരിയ എവിടെ, ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ, എന്നാ കല്യാണം എന്നൊക്കെ. ഞാൻ എന്താ പറയാ, ഒന്നും പറയാതിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ചോദ്യങ്ങൾ നിന്നു. കോളേജിലൊക്കെ ചെല്ലുമ്പോൾ എന്തോ ഒറ്റയ്ക്കായ പോലെ. ചിലപ്പോഴൊക്കെ രാവിലെ